അടുത്തിടെ കേരളത്തിലുണ്ടായ ചൂട് പിടിച്ച ഒരു ചർച്ചയാണ് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ. ശരി, ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്ന് വരുത്തി തീർക്കുന്ന, എനിക്കറിയില്ല അവരുടെ നിലപാട് എന്താണെന്നുള്ളത്. കാരണം ആ വിഭാഗത്തിൽപ്പെട്ട പലരുമായും നേർക്കുനേരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമല്ല, ഞങ്ങളെ കുറിച്ച് ആരോപിക്കുകയാണ് എന്നോട് തുറന്നു പറഞ്ഞ കുറെ ആളുകളുണ്ട്. എന്നാൽ അവരുടെ പ്രബോധനം കേട്ടിട്ട് ചില ആളുകൾ, ഇപ്പൊ ഈ ആഴ്ചയിൽ പോലും എന്റെ അടുക്കൽ ഏതാനും സുഹൃത്തുക്കൾ, സഹോദരന്മാർ വന്നു. അവര് പറഞ്ഞത് ഞങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടവരാണ്, ഞങ്ങളൊക്കെ കരുതുന്നത് ജിന്ന് മുസ്ലിമാണെങ്കിൽ, ഹാദിറാണെങ്കിൽ, ഹയ്യാണെങ്കിൽ, ഖാദിറാണെങ്കിൽ ഹലാലായ കാര്യത്തിൽ, മുബാഹായ കാര്യത്തിൽ അവരോട് ചോദിക്കുന്നതിന് തെറ്റില്ല എന്നാണ്. ഇത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. എവിടുന്ന് അവർക്ക് ഈ വിശ്വാസം കിട്ടിയത്? അവരങ്ങനെ പറയണില്ലെങ്കിൽ. ശരി, ഇവര് സലഫികളാണ് എന്ന ആ കുപ്പായത്തിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സലഫിയത്തിന്റെ ആധാരം ഒന്ന് വഹയിൽ നിന്ന് സ്വീകരിക്കാവൂ. ഇവരെവിടുന്നാ സ്വീകരിച്ചത്? ജിന്നിനോട് സഹായം ചോദിക്കാം എന്നതിന് എവിടുന്നാ സ്വീകരിച്ചത്? ഖാലല്ലാ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരു ആയത്ത് അതിനുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയുന്ന സ്ഥിരപ്പെട്ട ഒരു ഹദീസ് അതിനുണ്ടോ? ഇല്ല. അതും അവർ സമ്മതിക്കും. പിന്നെന്താ അവർക്കുള്ളത്? യാ ഇബാദല്ലാഹ് അഈനൂനി. ആ ഹദീസ്, ആ റിവായത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അത് ഹദീസാണോ? സ്വീകാര്യയോഗ്യമായ ഹദീസാണോ? സഹിഹാണോ? അതോ ലഈഫായ റിവായത്ത് മാത്രമാണോ? അത് ലഈഫാണ്. എന്നാലോ ഇപ്പൊ നിങ്ങൾ ചോദിക്കി, അവരെ മസ്തർ ഏതാ? അവരെ മസ്തർ ഖുർആനും സഹിഹായ സുന്നത്തും മാത്രാണോ? അതോ ലഈഫും കൂടി എടുക്കുന്നുണ്ടോ? ലഈഫും കൂടി എടുക്കുന്നുണ്ട്. ഇനി പറയ്, അത് സലഫിയാണോ അതോ കൊലഫിയാണോ? ഞാനിത് വളരെ എന്താ ചോദിച്ചാൽ വെറുതെ മനുഷ്യനെ വല്ലാതെ, സാധാരണക്കാരെ വല്ലാതെ ഇട്ടിട്ട് വരട്ടിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഈ പറയുന്നത്. സലഫിയാണെങ്കിൽ ലഈഫായ റിവായത്താണ്, സഹിഹായ ഹദീസല്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാതെ അത് നീട്ടി ഏച്ചുകൂട്ടിയിട്ട് പിന്നെയും മുന്നോട്ട് പോകുന്നവൻ അവന് സലഫിയത്തിന്റെ ആധാരത്തിനാണ് കത്തിവെച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. രണ്ട്, എന്നാലൈമ കുറെ തർക്കങ്ങളുണ്ടല്ലോ. ഇമാം അഹ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ശരി, എന്താണ് സലഫിയത്തിന്റെ ആധാരം? ഇമാം അഹ്മദോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമോ ലഈഫായ ഹദീസ് സ്വീകരിച്ചാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വീകരിച്ചാൽ ആ പിഴവിൽ ഇമാമിനെ പിന്തുടരുകയാണോ അതല്ല അത് പിഴവാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ ഉത്തരം പറയും. ഇമാമ് ഒരു പിഴവ് കാരണത്താൽ ലഈഫായ ഒരു റിവായത്ത് സ്വീകരിച്ച ഒരു കാര്യം ചെയ്താൽ ഇമാമിനെ പിഴവിൽ പിന്തുടരണോ പിന്തുടരണ്ടേ? സദസ്സുത്തരം പറയും. പിന്തുടരരുത്. എങ്കിൽ ഇമാം അഹ്മദ് അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നും പറഞ്ഞിട്ട് ജിന്നിനോട് സഹായം ചോദിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇമാം അഹ്മദിന് സംഭവിച്ച പിഴവാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവർ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എവിടെ വരെ സലഫിയത്ത്? രണ്ടാമത് ഞാൻ ചോദിക്കുന്നു, ഈ വാദക്കാരുടെ സലഫിയത്ത് എവിടെ പോയി? മൂന്നാമത് നിങ്ങൾ ആലോചിക്കൂ. ഇമാം ഷാഫിഈ തങ്ങൾ, വിശ്വാസത്തിന്റെ കാര്യം നിൽക്കട്ടെ, ഇമാം ഷാഫിഈ അൽ മുത്തലിബി റഹിമഹുല്ലാഹ്, അദ്ദേഹം സുബ്ഹിന് ഖുനൂത്ത് ഓതും. കുനൂത്തുള്ള പള്ളിയിൽ പോകാൻ പറ്റുമോ? ഇവരൊന്നും കുനൂത്തുള്ള പള്ളി കയറിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താകുമെന്ന് സംസാരിക്കുന്ന ആളുകളാ. എന്നാൽ ഇമാം ഷാഫിഈ ചെയ്തിട്ടില്ല കുനൂത്ത്. അതിന് ഹദീസില്ലേ ഉണ്ട്, അമ്മാ ഫിസ് സുബ്ഹ് ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ അദ്ദുനിയാ. ലഈഫാണ് എന്നേ ഉള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിൽ മരിച്ചു പോകുന്നത് വരെ ഖുനൂത്ത് ഓതി എന്ന് പറഞ്ഞിട്ട് റിവായത്തുണ്ട്, ലഈഫാണ്. അത് പിടിച്ചിട്ടാണ് ഇമാം ഷാഫിഈ സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിട്ടുള്ളത്. അത് ഇമാം അഹ്മദ് ചെയ്തു എന്ന് പറയും പോലത്തെ വർത്താനല്ല, സംശയരഹിതമായി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ആരും എതിരെ പറയാത്ത, അദ്ദേഹം സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുന്ന ആളാണ്. എന്നിട്ട് എന്താ ഒരു ഖുനൂത്ത് ഓതാത്ത? ഷാഫി ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഖുനൂത്ത് ഓതാൻ നിൽക്കോ? അവിടെ ഇവരുടെ ഇരട്ടത്താപ്പ് അവിടെയാണ് നിങ്ങൾക്ക് കാണുക. ഇമാം ഷാഫിഈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇമാം ഷാഫിഈ ലഈഫായ സംഭവം കൊണ്ട് തെളിവ് പിടിച്ചപ്പോൾ അതിനെ നമ്മൾ പിന്തുടരൂല എന്ന് പറഞ്ഞ് അവര് തള്ളി. അത് ശരിയായ നിലപാടാണ്. അതേ കാര്യം ഇമാം അഹ്മദിന്റെ കാര്യത്തിലും കാണിക്കണമായിരുന്നു. പക്ഷേ ഇമാം അഹ്മദിന്റെ കാര്യത്തിൽ കാണിക്കണം എന്ന് പറയുമ്പോ ഇമാം അഹ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇല്ല, ഇമാം അഹ്മദ് അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹം 4 തവണ 5 തവണ ഹജ്ജിന് പോയി. ആ ഹജ്ജിൽ ഏതോ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വഴിതെറ്റി.
ആ സന്ദർഭത്തിൽ അദ്ദേഹം യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ മകൻ ക്രോഡീകരിച്ചിട്ടുള്ള മസായിലിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നുക്കാദുകളായ പണ്ഡിതന്മാർ അതിന്റെ എല്ലാ വിത്തും വേരും പരിശോധിച്ചിട്ട് അവസാനം രേഖപ്പെടുത്തിയത് എന്താണെന്നറിയോ? ബൽ അകാദു അജ്സിം. ഷെയ്ഖ് റബീഹ് ഹഫിളഹുല്ലാ അദ്ദേഹം എനിക്ക് എഴുതി തന്നു, കൈപ്പടയിൽ എഴുതി തന്നു. ഞാനിതാ ഏതാണ്ട് ഉറപ്പിച്ച് കട്ടായം പറയുന്നു, അന്നഹ മദ്സൂസത്തുൻ. അങ്ങനെ ഇമാം അഹ്മദ് അങ്ങനെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞിട്ടുള്ള ആ പരാമർശം മിൻ ഖിബലി ബഅദ് അഹ്ലിൽ ളലാൽ, വലാലത്തിന്റെ ആളുകളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ കടത്തിക്കൂട്ടിയതാണ്. ഇതാണ് സംഭവം. അപ്പൊ ഇമാം അഹമ്മദിന്റെ പേരിൽ ആരോ കടത്തിക്കൂട്ടിയ ഒരു സംഭവം ഇമാം അഹമ്മദ് ചെയ്തു എന്ന് വെറുതെ വാശി പിടിക്കുകയാണ്. എന്നിട്ട് ഇമാം അഹമ്മദ് ചെയ്താൽ അത് ദീനിൽ തെളിവായി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അത് ദീനിൽ തെളിവാകണം വിധത്തിൽ. അതുപോലെ തന്നെ ദീനിൽ തെളിവ് അളിഫായ റിവായത്തും മതി എന്നുള്ളിടത്ത്. എന്ന് മാത്രമല്ല ഇതിനെതിരിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തമായ ആയത്തുകൾ ഹദീസുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതിനെതിരാണ് ഈ സംഭവം. വൈദാ സഅൽത ഫസ്അലില്ലാഹ് വൈദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് ആയത്തിനെതിരാണ്. സൂറത്തുൻ നംലിൽ പറഞ്ഞിരിക്കുന്ന തൗഹീദിന്റെ ആയത്തുകൾക്ക് മുഴുവനെതിരാണിത്. ഇതൊന്നും പ്രശ്നമില്ലാതെ ഇവർ പോകും. എന്നിട്ട് പറയും ഞങ്ങളും സലഫിയാണ്. ഇങ്ങനെയാണ് സലഫിയത്ത് നിങ്ങൾ പൊളിക്കുന്ന ആളുകൾ. നിങ്ങൾ സലഫിയാണ്. രണ്ട് രൂപത്തിൽ സലഫി എന്ന് പറയും. ഒന്ന് സലഫിയത്ത് അംഗീകരിക്കുന്ന ആൾക്കാർ സലഫി എന്ന് പറയും. രണ്ടാമത് സാധാരണ മീശക്കാരൻ മുഹമ്മദ് എന്ന് പറയും. ചുണ്ടിന്റെ മുകളിൽ ഒറ്റ രോമമല്ലാത്ത ആ രൂപത്തിൽ സലഫിയത്തിന്റെ ഒരു സ്വഭാവമില്ലാത്ത ആളുകൾ ഇങ്ങനെ കാര്യം പറയും. ഇത് നിങ്ങൾ അസുര് പിടിച്ചോടി, അസുര് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. ഒരു ദിവസം റസൂലുള്ളാഹി ഞങ്ങൾ ഉപദേശിച്ചു. ഇർബാദ് ഇബ്നു സാരിയ പറയാം, ആ ഉപദേശം കേട്ടിട്ട് വജിലത്ത് മിൻഹൽ ഖുലൂബു വലറഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയങ്ങളെല്ലാം തന്നെ പിടക്കാൻ തുടങ്ങി. ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, യാത്ര പറഞ്ഞു പിരിയുന്ന ഒരാൾ ഉപദേശിക്കുന്നത് പോലെയുണ്ടല്ലോ, ഫഔസിന, ഞങ്ങൾക്കൊരു വസിയത്ത് നൽകിയാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയിട്ടുള്ള വസിയത്ത്, ഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ മിൻ ബഅദി. എന്റെ കാലശേഷം ആരാണോ നിങ്ങളിൽ നിന്ന് ദീർഘമായി ജീവിക്കുന്നത് അവന് കാണാൻ പറ്റുക തന്നെ ചെയ്യും ഇഖ്തിലാഫൻ കസീറ. എന്താണ് അവൻ കാണുന്നത്? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്ത് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറയുമ്പോ അഭിപ്രായ വ്യത്യാസം തീർത്തിട്ട് അവസാനം ഈ തിര അവസാനിച്ചിട്ട് കപ്പലിറക്കാൻ സാധിക്കോ? കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്കിതാ തെറ്റാതെ പോകാനുള്ള വഴി, ഇതാ നിങ്ങളുടെ മൻഹജ്, ഇതാ നിങ്ങളുടെ വഴി, ഇതാ നിങ്ങളുടെ മാർഗം. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി. നിങ്ങൾ എന്റെയും എന്റെ ശേഷമുള്ള ഉത്തരാധികാരികളായ സച്ചരിതരായ ഖുലഫാക്കളുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹ, അത് നിങ്ങൾ ഫലമായി മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ പറയൂ, ഈ ജിന്നിന്റെ പ്രശ്നത്തിൽ ഈ ജാതി അഭിപ്രായ വ്യത്യാസം വരുമ്പോ അത് ഭൗതികനാണോ അഭൗതികനാണോ? എന്ത് ഭൗതികം? ഇതൊക്കെ ഖുർആനിലും ഹദീസിലുള്ള കാര്യമാണോ? ഈ കാര്യങ്ങൾ വരുമ്പോ നബി ചെയ്തതും സഹാബത്ത് ചെയ്തതും ഖുലഫാക്കൾ ചെയ്തതും സഹാബത്ത് ചെയ്തതും മുറുകെ പിടിക്കി. നബി ജിന്നിനോട് ചോദിച്ചോ? ഖുലഫാക്കൾ ജിന്നിനോട് ചോദിച്ചോ? ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ? 3 നൂറ്റാണ്ടിൽ ജീവിച്ചു പോയിട്ടുള്ള മാതൃകായോഗ്യരായ ഏതെങ്കിലും ഒരാൾ ഒരു ജിന്നിനോട് സഹായം ചോദിച്ചതായിട്ട് കാണിച്ചു തന്നിട്ട് പോരെ? ഇതൊന്നും ചെയ്യാതെ ഈ അസുരൊക്കെ മറികടക്കുകയും ചെയ്യും. എന്നിട്ട് അവര് പറയും, അത് അഹ്ലുസുന്നത്തിന്റെ സലഫികളുടെ ഏറ്റവും വലിയ ആധാരമായിട്ടുള്ള ഈ അസുര് മറികടന്നിട്ട് അവര് പറയും ഞങ്ങൾ സലഫികളാണ്. സൂക്ഷിക്ക ഇത്തരക്കാര്. അവരെന്ന് പറഞ്ഞാൽ സുഫഹാ ഉൽ അഹ്ലാം, ഹുദസാ ഉൽ അസ്നാൻ, വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കും. അവരുടെ ഒരു പ്രത്യേകത അതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി കുറവായിരിക്കും. കുറച്ച് ബുദ്ധി വിവേകം തന്റെ ഇടം വരണത് തീരെ ഉണ്ടായിരിക്കില്ല. അവരെന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഈർക്കിളി എടുത്തിട്ട് അതിന്റെ തലപ്പത്ത് തീ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ മിന്നും. അപ്പൊ വലിയൊരു തീകോളമുള്ളതായിട്ട് തോന്നും.
എവിടുന്നോ ആരോ പറയുന്നത് കേൾക്കുന്ന ഒരു വാചകം കാണ്ടും കാണാപ്പാടം പഠിച്ചിട്ട് അത് ആവർത്തിച്ചിട്ട് മിന്നി എന്തോ സംഭവമാക്കി തീർക്കും. അത്തസദ്ദുർ ഹുബ്ബുൽ ളുഹൂർ യഖ്സിമുൽ ളുഹൂർ. മുന്നിൽ വരണം, ആളുകളുടെ മുന്നിൽ ആലിമാകണം, അതന്നെ അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരും. ഇതിന്റെ പരിണിത ഫലം എന്താണ്? യഖ്സിമുൽ ളുഹൂർ. അത് നടുക് ഒടിച്ചു കളയും, മുതുകൊടിച്ചു കളയും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക.